മജിസ്ട്രേറ്റിന്റെ മുന്നിൽ റിപ്പോർട്ട് എത്തിക്കുന്നതിന് മുമ്പ് ചില സംശയങ്ങൾ തീർക്കാനാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തിയത്. ശരി ശരി. മാഷ് ഇവർക്ക് എത്രയാണ് സ്ത്രീധനം കൊടുത്തതെന്ന് പറഞ്ഞ്? ഞങ്ങള് 2 ലക്ഷം രൂപയും 40 പവനും കൊടുത്തു സാറേ. ഈ സ്ത്രീധനം വാങ്ങുന്നത് പോലെ കൊടുക്കുന്നതും കുറ്റകരമാണെന്ന് അധ്യാപകനായ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു? നിങ്ങൾ എന്തിനാ കൊടുത്തത്? അത് അല്ല, നിങ്ങൾ സ്ത്രീധനം ചോദിച്ചിരുന്നോ? ഇല്ല സാർ, സ്ത്രീധനം വേണ്ട വേണ്ട എന്ന് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞതാണ്. പിന്നെ ആ ബ്രോക്കറും അച്ഛനും കൂടെ സ്ത്രീധനം എന്റെ തലയിൽ കെട്ടിവെച്ചതാണ്. പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. വല്ല വീട്ടിൽ നിന്ന് സ്ത്രീകൾ കൊണ്ടുവരുന്ന തിന്ന് ജീവിക്കേണ്ട ഗതികളൊന്നും ഞങ്ങളുടെ തറവാട്ട് ഇറക്കുന്നവരുണ്ടായിട്ടില്ല. ഞങ്ങളുടെ കല്യാണത്തിന് പോലും ചേട്ടൻ എനിക്ക് സ്വർണ്ണം ഇങ്ങോട്ട് ഇട്ടിട്ടാണ് കെട്ടിക്കൊണ്ടുപോയത്. അതെ. അപ്പൊ ഈ സ്ത്രീധനം കൊടുത്തു എന്ന് പറയുന്ന കാര്യം തള്ളിക്കളയേണ്ടി വരുമല്ലോ മാഷേ. നിയമപ്രകാരം വിവാഹ സമയത്ത് പെണ്ണിന് സ്വർണോ പണമോ പാരിതോഷികമായിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പം നിങ്ങൾ കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ ആ ഗണത്തിൽപ്പെടുത്താം. പക്ഷെ അതിനും തെളിവ് വേണം. എന്തെങ്കിലും ഉണ്ടോ? അന്നെടുത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ സാറിന് കാണിച്ചു തന്നതല്ലേ? ഫോട്ടോയും വീഡിയോ ഒന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല മോളെ. അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? സാറേ, അതിപ്പോ എന്നാന്ന് വെച്ചാ ഈ ഒരുക്കാൻ വരുന്ന ബ്യൂട്ടീഷ്യന്മാരില്ലയോ, അവർ ഈ പെണ്ണിന് മോടി കൂട്ടാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഓർണമെന്റ്സ് കൊണ്ടിട്ടായിരുന്നു. അതൊന്നും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റൂല. വേറെ എന്തെങ്കിലും നിങ്ങൾ സ്വർണം വാങ്ങിയതിന്റെ വല്ല ബില്ലുണ്ടോ കൈമിൽ? ഇല്ല സാറേ, ഇവിടെ ജനിച്ചത് മുതൽ സ്വരുക്കൂട്ടി വെച്ച് മേടിച്ച സ്വർണ്ണങ്ങളാ. എല്ലാത്തിനും ബില്ലൊന്നും കാണില്ല. എന്തത്? അപ്പൊ അതുമില്ല. ഇനിയിപ്പോൾ എന്താ നമ്മൾ കാട്ടുക? ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ചെല്ലുമ്പോൾ കാണിക്കാൻ എന്തെങ്കിലും തെളിവുകൾ വേണ്ടേ? നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? എന്ത് ലിസ്റ്റാ സാറേ? ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരം കല്യാണത്തിന്റെ അന്ന് കിട്ടുന്ന പാരിതോഷികങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ വധൂവരന്മാർ ഒപ്പിടണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെയൊക്കെ വേണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. ഓ, എന്റെ ഒക്കെ നിയമങ്ങളാ സാറേ. ഒരുത്തന്നെ അറിയില്ലാത്തോണ്ട് ഭാഗ്യം. അപ്പൊ അതുമില്ല. ഇപ്പൊ നിങ്ങൾ സ്ത്രീധനം കൊടുത്തു ഇപ്പൊ എന്താ തെളിവ് മാഷേ? ഇനി അല്ല, ഈ അമ്മായിമാരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം ചമച്ച കഥയാന്ന് ഇവര് പറയുന്നതാണോ ശരി? അതാണ് ശരി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല സാറേ. ഈ നിയമങ്ങൾ തെറ്റായിട്ട് വളച്ചൊടിക്കുന്നതിനാണ് ലീഗൽ ടെററിസം എന്ന് കോടതി പറയുന്നത്. അറിയോ? സത്യമായിട്ട് ഞങ്ങൾ കൊടുത്തതാ സാറേ. എൻ്റെ മോൾ തന്നെ സത്യം. മാഷേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തെളിവ് വേണ്ടേ? ഇനിയിപ്പോൾ കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ 40 പവനും 2 ലക്ഷം ഉറുപ്പ്യ എന്ന് പറയുന്നത് 11 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതലുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വന്ന്? ഇതിൻ്റെ സോഴ്സ് എവിടെയാ എന്ന് കോടതി ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അച്ഛാ. വെറുതെ നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. സാറ് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഇവളുടെ ചെറുപ്പം മുതലേ സ്വരുക്കൂട്ടി വെച്ച സ്വർണ്ണങ്ങളാ. പിന്നെ വീടൊഴികെ ബാക്കി സ്ഥലങ്ങൾ വിറ്റ കാശും. അല്ല, ഇതിനൊക്കെ തെളിവ് വേണ്ടേ മാഷേ? തെളിവുണ്ടോന്നാ നമ്മൾ ചോദ്യവും. ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ തെളിവില്ലാണ്ട് പോയിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. സ്ത്രീധനം കൊടുത്തു എന്ന് തെളിയിച്ചാൽ ഈ പൈസ എവിടെ നിന്ന് വന്നു എന്ന് കോടതി ചോദിക്കും. അപ്പൊ കള്ളപ്പണത്തിന്റെ പേരിൽ മാസാകത്താവും. അപ്പൊ കണ്ടച്ചാ കാര്യങ്ങൾ പോകുന്ന വഴിയുണ്ടോ? തൂങ്ങും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. തൽക്കാലം നമുക്ക് ഈ കേസ് അങ്ങോട്ട് പിൻവലിക്കാം. മാസേ, ഒരു കുടുംബമാകുമ്പോൾ അവിടെ വൈക്കും പക്കാണൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഈ പെണ്ണുങ്ങളായ നിങ്ങളാണ് ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ മാറ്റിയത്. ഇനി സത്യശീലന്റെ കയ്യിൽ നിന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അല്ലെ സത്യശീല? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല സാറേ. ഒരു ചെറിയൊരു സംസാരം അതിന്റെ മുകളിൽ നിന്ന് വെറുതെ ഉണ്ടായതാണ്. തങ്കപ്പെട്ട മനുഷ്യ. അപ്പൊ മോൾ എണീക്ക്. എന്നിട്ട് സന്തോഷമായിട്ട് സത്യശീലന്റെ കൂടെ ആയിട്ട് പോയിക്കോ. സത്യശീല അച്ഛാ, ഞങ്ങളൊരു 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. അങ്ങോട്ട് ശരി പക്ഷേ.